വളരെ ആഴമായി എന്നെ സ്പർശിക്കുകയും എൻ്റെ ജീവിതത്തെ വെപ്രാളപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പകൽ നാം അവസാനിപ്പിക്കും. എബ്രായ ലേഖനം വായിച്ചെടുക്കാമോ? 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. വളരെ കൊച്ചൊരു വാക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. വളരെ സിമ്പിളായി, വളരെ ലാഘവത്തോടെ എഴുത്തുകാരൻ എഴുതിയ ഒരു കൊച്ചുവാക്ക്. വസ്തുവിൽ എബ്രായ ലേഖനം എബ്രായ ക്രിസ്ത്യാനികളെ ആത്മീയ നിലവാരങ്ങളുടെ ഒരു പുതിയ പടവിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രത എന്താണെന്നും കർത്താവ് എന്തിനു വേണ്ടി വന്നു എന്നും അവൻ പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതനാണെന്നൊക്കെ വെളിപ്പെടുത്തുമ്പോൾ അവനോടുള്ള ബന്ധത്തിൻ്റെ ആഴം പറയാനുള്ള വിശ്വാസം എന്ന പദത്തിന് ഒരു ഘനം വർദ്ധിപ്പിക്കാനായിട്ട് 1-2 പേരെ പരിചയപ്പെടുത്തുമ്പോൾ പ്രാരംഭമായി 2 പേരെ പരിചയപ്പെടുത്തി. അതിലൊന്ന് വളരെ ആഴത്തിൽ ആരാധനയ്ക്കൊന്നും കടന്നു വന്നെന്ന് ചിന്തിക്കാനൊക്കത്തില്ല, എങ്കിലും ഒറ്റയൊരു ആരാധന കൊണ്ട് അവസാനിച്ച ഹാബിൽ. രണ്ടാമൻ ഈ ആരാധനാ മനോഭാവത്തിൽ നിന്നൊക്കെ അപ്പുറമായിരുന്നു. യാഗപീഠങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് 300 സംവത്സരം ദൈവത്തോടൊപ്പം നടന്നു. ദൈവം എടുത്തുകൊണ്ടതിൽ കാണാതെയായ എന്ന 5-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. അതാണ് ഈ പകലത്തെ ചിന്ത. ഈ 11-ാം അധ്യായത്തിൽ ഈ 5-ാം വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, മെഥുശലേക്ക് ജനിച്ചു 65-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് അവൻ ദൈവത്തോടൊപ്പം നടന്നു. കുറച്ച് കഴിഞ്ഞ് വാക്ക് പറയുന്നു, ദൈവം എടുത്തുകൊണ്ടതിൽ കാണാതെയായി. വളരെ സിമ്പിളായ വാക്ക്. എങ്ങനെ അറിയാം വിശ്വാസത്താൽ ഒരുവൻ ദൈവത്തോടൊപ്പമാണെന്ന്? അവിടുന്ന് എൻ്റെ ഒരു ചോദ്യം വന്ന്. ദൈവം എടുത്തു എന്നുള്ളത് 2-ാമത്തെ സ്റ്റേജ്. ഇവൻ 300 സംവത്സരം ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവം എടുത്തുകൊണ്ടതിൽ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 8 മരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ആദമിന് ശേഷം പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരുവൻ മരണത്തിൻ്റെ മണമില്ലാതെ എടുക്കപ്പെട്ടു. ദൈവം പറഞ്ഞു, മണ്ണിലേക്ക് മടങ്ങിച്ചേരും. സകല മനുഷ്യന്റെ മേലും മരണം വാഴുമ്പോ, അല്ലെങ്കിൽ മണ്ണ് മനുഷ്യന്റെ ശരീരത്തെ തിരികെ ചോദിക്കുമ്പോ, ഒരു മനുഷ്യന്റെ ശരീരത്തെ മണ്ണ് തിരികെ ചോദിച്ചില്ല. എന്താ അവന്റെ ക്വാളിറ്റി എന്നുള്ളതാ എൻ്റെ ചിന്ത. എല്ലാവരെയും അവകാശപ്പെടുത്തുന്ന ഒന്ന് ഒരുവനിൽ നടന്നില്ലെന്ന് പറയുമ്പോൾ, എല്ലാവരും നോർമലാകുന്ന ഒരിടത്ത് ഒരുവൻ അതിന് അധീനപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ, എല്ലാവരും തകരുന്നിടത്ത് ഒരുവൻ തകർന്നില്ലെന്ന് പറയാനുള്ള കാരണം അവൻ ദൈവത്തോടൊപ്പം നടന്നു എന്ന വാക്കാണ്. ഏതനു വെളിയിൽ ഒരുവന് ദൈവത്തോടൊപ്പം നടക്കാമെന്നുള്ളതിൻ്റെ തെളിവാ ഹാനോക്ക്. ഏതനുള്ളിൽ ദൈവത്തോടൊപ്പം നടക്കാം, പക്ഷെ ഏതനു വെളിയിൽ ആദാമ്യ പിതാക്കന്മാർക്ക് നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോൾ ആ തലമുറയിൽ ഒരുവൻ ദൈവത്തോടൊപ്പമായിരുന്നു. എങ്ങനെ അറിയാം ഒരുവൻ ദൈവത്തോടൊപ്പമാണെന്ന്? അത് പറഞ്ഞിട്ട് വേണം ഇതിലോട്ട് കയറാൻ.
ഈ താറാവിനെ കണ്ടിട്ടുണ്ട് നാമല്ലേ? ഈയിടെ എനിക്കത് മനസ്സിലായി. ഈ താറാവിന്, ഈ ആൺതാറാവിനെയും പെൺതാറാവിനെയും, അതാ മുട്ടത്താറാവിനെയും താറാവിനെയും തമ്മിൽ പെട്ടെന്ന് പുറത്തുനിന്ന് വരാവുന്ന ഒരാൾക്ക് തിരിച്ചറിയാനൊക്കത്തില്ല. ഞാനേ താറാവിനെ മേടിക്കാൻ ചെന്ന 10,000 താറാവുണ്ട് അവിടെ. എന്നോട് പറഞ്ഞു വിട്ട ആൾ പറഞ്ഞു പൂവനെ വേണം പാസ്റ്റേ മേടിക്കാൻ. ഞാൻ പറഞ്ഞു പൂവനെ മതി. ഇത്രയും താറാവിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം പൂവനെ പിടിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം? അത് ഞങ്ങൾക്കറിയാം, പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയത്തില്ല. എല്ലാം ഒരുപോലെ ഇരിക്കും. നിങ്ങൾ തിരുവല്ലായി ഞായറാഴ്ച ഒരു 12:30 കഴിഞ്ഞ് സാവകാശം എപ്പോഴെങ്കിലും തിരുവല്ലായിക്ക് വരാൻ കിട്ടിയാൽ 12:30 ആകുമ്പോൾ പുഷ്പഗിരിയുടെ ആ മെഡിക്കൽ കോളേജിന് തൊട്ട് താഴെ ഒരു ഹോളുണ്ട്. 10,500 പേര് അവിടെ ആരാധിക്കുന്നുണ്ട്. 12:30 കഴിയുമ്പോൾ ആ ഹോള് വിടും. എല്ലാവരും വെള്ള വസ്ത്രധാരികളാണ്. നിങ്ങൾ മേളിൽ നോക്കിയാൽ ആ പുഷ്പഗിരിയുടെ താഴെ വെള്ളയടിച്ചേക്കാന്ന് തോന്നും. ഇങ്ങനെ റോഡ് മുഴുവൻ വെള്ളയായിരിക്കും. 12:45 ആകുമ്പോൾ IPCയുടെയും ഷാരോൻ്റെയും ചർച്ചോഗോഡിൻ്റെയും ഇൻഡിപെൻഡൻ്റ് ഏതാണ്ട് 400 മീറ്ററിനകത്ത് 45 ആരാധനയുണ്ട് തിരുവല്ല എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ. ഈ 45 കൂട്ടവും കൂടെ വിട്ടിട്ട് 1 മണിയാകുമ്പോൾ തിരുവല്ല മുഴുവൻ വെള്ളയായിരിക്കും. ഇതിനകത്തുനിന്ന് ആർക്ക് പറയാൻ കഴിയും ഇതിലാരാണ് ദൈവത്തോടൊപ്പം നടക്കുന്നു എന്നുള്ളത്? തിരിച്ചറിയാൻ പാടാ. ബാഹ്യ തെളിവുകൾക്കകത്തുനിന്ന് വർദ്ധിരിക്കുവാൻ പാടാ. ഇവിടെയാ നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ പ്രശസ്തി. എന്നെ നിങ്ങളെയൊക്കെ കണ്ട ആരാധന കൊണ്ടൊന്നും നമ്മെ വേർതിരിക്കാനായിട്ടൊക്കത്തില്ല. ഉപവാസത്തിലൊക്കെ വെറുതെ ചിന്തിക്കേണ്ട ഒരു ഭാഗ. കയ്യടിയുടെ കാര്യത്തിലൊന്നും നമ്മെ ഒരാൾക്ക് പിടിക്കാനൊക്കത്തില്ല. അന്യഭാഷയുടെ കാര്യത്തിലും പ്രവചനങ്ങളുടെ കാര്യത്തിലോ വചന വെളിപ്പാടിൻ്റെ കാര്യത്തിലോ ഒന്നും നമ്മെ ആർക്കും വേർതിരിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ ഒരു സാധ്യതയിലാണ് നാം വേർതിരിയപ്പെടുന്നത്, അവനോടൊപ്പമാണോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ്. എങ്ങനെ അറിയാം? സാധാരണ മനുഷ്യരിൽ സംഭവിക്കുന്നതിൽ നിന്ന് ഒന്നും വ്യത്യസ്തനല്ലായിരുന്നു ഹാനോക്ക്. ഒന്നും എഴുതപ്പെടാവുന്ന നിലയിൽ അവൻ്റെ ജീവിതത്തിൽ ഒന്നും അത്ഭുതങ്ങളിൽ നടന്നില്ല. സാധാരണ ജീവിതമായിരുന്നു. കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തനായി മാറി താമസിച്ചില്ല. വിശുദ്ധനെന്നെണ്ണപ്പെടുവാൻ കുടുംബത്തോടൊപ്പമായിരുന്നു. സമൂഹം അധർമ്മികളുടെ ആഴം കൂടിയ ദേശമാണെങ്കിലും യൂദായുടെ പ്രവചനത്തിൽ പറയുന്നു, അല്ലെ യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, അധർമ്മികളുടെ നടുവിൽ അവിടെ തന്നെയായിരുന്നു അവൻ. പക്ഷെ അവൻ വ്യത്യസ്തനായിരുന്നു. ഈ വ്യത്യസ്തത എങ്ങനെ ഒരുവനിൽ വന്നു എന്നുള്ള വാക്കാണ് നാം വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാനൊരു ചെറിയ കഥ വായിച്ചത്, ഒരു കുരിശു രൂപത്തിൽ ഒരു ചിലന്തി വസിച്ചിരുന്നു. അവിടുത്തെ പള്ളിയിലെ കപ്പിയാർ കുരിശ് തൂത്ത് വരുമ്പോൾ ഈ ചിലന്തി ഇറങ്ങിപ്പോവും. കുറച്ച് കഴിയുമ്പോൾ ചിലന്തി തിരിച്ച് കുരിശു രൂപത്തിൽ താമസിക്കും. കപ്പിയാർക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് പറ്റുന്നില്ലല്ലോ, എങ്കിലും അവൻ ആ കുരിശിലാണല്ലോ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവുകയും തൂത്തെല്ലാം കഴിയുമ്പോൾ തിരിച്ച് കുരിശുരൂപത്തിൽ കയറി താമസിക്കുകയും ചെയ്തു. ഒരു ദിവസം കപ്പിയർ നന്നായിട്ട് അതങ്ങ് തുടച്ചു. കൂട്ടത്തിൽ ഈ ചിലന്തിയുടെ വലയും കൂടെ അങ്ങ് തുടച്ചു. അന്നിറങ്ങിപ്പോയ ചിലന്തി പിന്നെ തിരികെ കയറിയിട്ടില്ല. നമുക്കും ഇതുപോലെ ദൈവത്തിലാ വസിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് സ്പെഷ്യൽ ചില കൂടുകളുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ അവനിൽ വസിക്കുന്നത്. അതെപ്പം പൊട്ടുന്നോ അതോടൊപ്പം നമ്മൾ ഒരുപക്ഷെ അവനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വരാം. വെറുതെ ഈ രാവിലെ ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാതെ
വെറുതെ നിങ്ങളുടെ ഉള്ളത്തിലോട്ടൊന്ന് ചോദിച്ചേ, ശരിക്കും ഞാൻ അവൻ്റെ കൂടൊപ്പം ഉണ്ടോ? ശരിക്കും ഞാൻ അവനോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത്? അതിൻ്റെ തെളിവെന്താ എൻ്റെ അകത്ത്? എൻ്റെ ഭാര്യ മാതാവിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ പോയാൽ ചിലപ്പം സ്വർഗത്തിൽ കയറ്റിയെന്ന് വരികയില്ല. എന്നോട് പറഞ്ഞു, നീ പോടാ, സ്വർഗത്തിൽ ആരും കയറിയില്ലെങ്കിൽ ഞാൻ കയറും. ഞാൻ ചോദിച്ചു, എന്താ തെളിവ്? രക്ഷിക്കപ്പെട്ടതെന്ന കാരണത്താൽ നരകത്തിൽ വിടുകയില്ല, അത് ഞാൻ സമ്മതിച്ചു. അടുത്ത തെളിവാ കേൾക്കണ്ടേ. ക്വാളിറ്റി ഇല്ലാത്തതിനാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ചിലപ്പോൾ പാടാണ്. എല്ലാത്തിനും ഒരു ക്വാളിറ്റി വേണ്ടേ? വേണ്ടെന്നില്ല. എല്ലാത്തിനും ഒരു ആഴം വേണ്ടേ? വാസ്തവത്തിൽ നിങ്ങൾ എന്നോടൊപ്പം വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. വെറുതെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അന്തരംഗത്തിൽ അറിയാതെ നമ്മൾ അവകാശപ്പെടുന്ന രക്ഷിക്കപ്പെടലും സ്നാനവും പരിശുദ്ധാത്മ നിയോഗവും ഒപ്പമുള്ളപ്പോൾ എൻ്റെ അകത്തെന്തേ അവന് വേണ്ടി മാത്രമെന്നുള്ള ചിന്ത വെളിപ്പെട്ടു വരുന്നില്ല. ഇടിച്ചാളുകൾ ഒരുമിച്ച് നടന്ന് കർത്താവിനെ മുട്ടി 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 നടന്ന ശിഷ്യന്മാർ, വിളി കിട്ടിയവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും ചെയ്യുന്ന, അവനോട് മുട്ടി ഉരുമി നടക്കുന്ന വിശുദ്ധ കൂട്ടം, അതിൻ്റെ നടുവിൽ നിന്നൊരു പാവപ്പെട്ട കൊച്ച് അവൻ്റെ വസ്ത്രത്തെ തൊട്ടിട്ട് ആ ശക്തി ഏറ്റെടുക്കുമ്പം മുട്ടി ഉരുമിയ നിനക്കെന്തേ അവൻ്റെ വസ്ത്രത്തിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. എടാ, ഈ അടുത്തിടപെടുന്നെന്ന് പറയുന്ന പലതിനകത്തും ആ സാന്നിധ്യം എന്തേ നമ്മെ മാറ്റുന്നില്ല? എന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു വിഷയം, ഒത്തിരി യോഗങ്ങൾക്കകത്ത് ദൈവമെങ്കിൽ വന്ന വാഹനങ്ങളിലോ യാത്രയ്ക്കായി ഇറങ്ങുമ്പോഴും ഈ സന്തോഷം എന്തേ എൻ്റെ കൂടെ പോകുന്നില്ല? അവിടെയാണ് രണ്ടാമൊരു ചിന്തയ്ക്ക് ഞാൻ വഴിമരുന്നിട്ടത്. ചില നാളുകളായി എന്നെ നന്നായി അത് ഭരിക്കുകയും ചില നാളുകളായി എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും അവകാശപ്പെടുന്നില്ലെന്ന് പറഞ്ഞാലും രാത്രി ഉറക്കം പോകുന്നു എന്നുള്ളതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഉണർവിൻ്റെ ആഴം കൂടിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വയസ്സ് കൂടിപ്പോയത് കൊണ്ടൊന്നുമല്ല ഉറക്കം വരാത്തെ. ഞാൻ പ്രസംഗിക്കുന്ന യേശുവുമായിട്ട് എൻ്റെ ബന്ധത്തിൻ്റെ ആഴമളക്കാനുള്ള ചില ചരടുകൾ രാത്രികൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വേറൊരു ആത്മതലത്തിലാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തന്നൊരു ദൂത് നിങ്ങളുടെ ഉള്ളത്തെ തൊടുവാൻ ആത്മാവനോട് പറയുന്നത് ഈ ഒരു വാക്കാണ്. നാം അവനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തേ അവനോടൊപ്പം സഞ്ചരിപ്പാൻ കഴിയുന്നില്ല? അതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. സാധാരണ പെന്തക്കോസ്ത് യോഗങ്ങൾ ഇതൊന്നും പ്രസംഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലഭിക്കുമെന്നുള്ള, അല്ലെങ്കിൽ നിനക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇടുന്നു എന്നതിനേക്കാൾ കിട്ടിയെന്നുള്ള ബോധം ആരെയൊക്കെ ഭരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് തൊട്ടറിയാവുന്ന ഒരു സാന്നിധ്യമാണ്. എന്തോ എൻ്റെ ഉള്ളിലും കത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പല യോഗങ്ങളിലും അവരെ ഞാൻ എന്നിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോഴും പരിശുദ്ധാത്മാവനോട് ചോദിച്ചിട്ടുണ്ട്, നീ ചെയ്യുന്ന തെറ്റല്ലേ? എന്താ ഞാൻ അവരുടെ ഇടവിൽ വെളിപ്പെടാഞ്ഞേ? ഞാൻ എന്താ അവരുടെ നടുവിൽ ഇറങ്ങാഞ്ഞേ? കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയുടെ ഒരു ആഴപ്പരപ്പിലേക്ക് നിങ്ങളെ നന്നായി നടത്താനായിട്ട് രാവിലെ സമയം ഒത്തിരി ബന്ധപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തുന്ന ഒന്ന്, നിങ്ങൾ അവനുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള ആഴമാണ്. ഇവിടെ വന്ന ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തും ഈ കോമ്പൗണ്ടിൽ കയറിയവൻ്റെ ഉള്ളം എന്താണ്? ഈ ജീവിത ചക്രത്തിൻ്റെ അകത്ത് അസ്തമിക്കുന്നതിന് മുമ്പ്, ചക്രത്തിൻ്റെ ആഴമുടയുന്നതിന് മുമ്പ് അവൻ്റെ അനുഭവത്തോട്, തേജസ്സിന്
തീ പിടിപ്പിച്ചിട്ട് അവനോടൊപ്പം തേജസ്സിൽ എടുക്കപ്പെടുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആഴത്തിൽ കയറി കിടക്കുന്ന സംഭവമാണ്. വിശ്വാസം എന്ന പദമായി ഇതിനെ ഉപയോഗിക്കുന്നത്. വിശ്വാസം. മെതുശലേക്ക് എന്ന വാക്ക് അവൻ്റെ മരണത്തിന് ശേഷം പ്രളയം എന്ന വാക്ക്, അല്ലെങ്കിൽ ലോകത്തിനുള്ള ശിക്ഷാവിധിയാണ് തൻ്റെ കൊച്ചൻ്റെ പേര്. അതൊരു നോഹ എന്ന മനുഷ്യന് മഴപ്പെയ്ത്ത് കാലത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് ഹാനോക്കിനല്ലേ വാസ്തവത്തിൽ അത് കിട്ടിയേ? മകൻ മെതുശലേക്ക് എന്നവനല്ലേ പേരിട്ടെ? അതിനർത്ഥം ഇവൻ്റെ മരണത്തിന് ശേഷം പ്രളയം എന്ന പദമാണ്. 65-ാമത്തെ വയസ്സുവരെ സാധാരണ ജീവിതമായിരുന്നു. കൊച്ചിന് പേരിട്ടപ്പോൾ അവൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ഭൂമിയെ മൂടുമെന്ന് മനസ്സിലായപ്പോൾ അവൻ ആരെയും കൂട്ടുപിടിക്കാതെ അവൻ ദൈവത്തോടൊപ്പം നടന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇന്നും ഈ അന്തിമ നുകത്തിൻ്റെ ഏതാണ്ടൊക്കെ അസ്തമിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, എന്താ ചങ്കുറപ്പോടെ വാസ്തവത്തിൽ നമ്മൾ ഇന്നും കർത്താവ് വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതെന്നറിയാമോ? ഒറ്റ തെളിവില. യെരൂശലേമിൽ ആലയം പണിതില്ല എന്നൊറ്റ തെളിവില. അതുകൊണ്ടങ്ങ് വിശ്വസിക്കുക കർത്താവ് വന്നു കാണുകയില്ല. സൈലന്റ് ആയെന്തോ അല്ലേ? വെറുതെ എന്താ നമ്മൾ ഇന്നും കർത്താവ് വന്നിട്ടില്ല എന്നുള്ള ഉറപ്പോടെ ചങ്കുറപ്പോടെ ഇരിക്കുന്ന അറിയാവോ? വിശുദ്ധി കൂടിയിട്ടൊന്നുമല്ല, ആലയം പണിതിട്ടില്ല. ഇനി കർത്താവ് തീരുമാനിക്കുക ആലയം പണിയുന്നില്ല, ഞാൻ അങ്ങ് വന്നേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ചായൻ പറയുന്ന പോലൊന്നും അല്ല, കർത്താവ് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചതിൻ്റെ ഉറപ്പ് നീ പോകാത്താണോ? അല്ല, ആലയം പണിതിട്ടില്ല. അതാ ഉറപ്പ്. വേറെ എന്തുറപ്പാ കർത്താവ് വന്നിട്ടില്ല എന്ന് പറയാൻ? തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ ഞാനിവിടെ കാണില്ലായിരുന്നു എന്ന്? കഴിഞ്ഞ ചില മാസത്തിന് മുമ്പ് വേറൊരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടുത്തെ അച്ചായൻ തമാശയായിട്ട് പറഞ്ഞതാ, എൻ്റെ പാസ്റ്ററെ കർത്താവ് വന്നു പോയാലൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അറിയാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? പോകാനധികം ആളുകളില്ലല്ലോ. അതൊരു തെളിവാ. രണ്ട്, ഞങ്ങൾ വിചാരിക്കും ആളുകൾ അങ്ങ് ലീവിന് നാട്ടിൽ പോയേക്കാന്ന്. ചില ആളുകൾ ഇപ്പോൾ കാണാനില്ല, വഴിയിലില്ല, ഓഫീസിലില്ല, സമയം വരുന്നില്ല. അവർ നാട്ടിൽ ലീവിന് പോയതാണെന്നേ കരുതത്തുള്ളൂ. സാധാരണ നിലയിൽ പോകുമെന്നുറപ്പുള്ളവർക്കും ചങ്കുറപ്പില്ല. ഈ മണ്ണ് വിണ്ണിനെ മരണം കാണാതെ തൊടുമെന്നുള്ളത്. അകത്ത് ജീവനുണ്ടോ? ഇന്ന് പകലാകാൻ തുറക്കണം പരിശുദ്ധാത്മാവിൽ. നിങ്ങളുടെ അകത്തോട്ട് ദൈവസാന്നിധ്യം ഈ പകൽ ഇറങ്ങിയിട്ട് പറയണോ, എനിക്ക് അവനോടൊപ്പം നടക്കാൻ ഈ പകൽ ആസ്കാരം അടിച്ചു. ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാമോ? അല്പ മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. യേശു എന്താ ചെയ്യുന്ന? ശരിക്കും യേശു ഒരു സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ, യേശുവിന്റെ സാന്നിധ്യമോ പരിശുദ്ധാത്മകൃപയോ ഒരു സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ, അവന്റെ ഭൗതിക തലത്തിന്റെ ചിന്ത വിട്ട് ദൈവത്തോടുള്ള മനോഭാരത്തിന്റെ ആഴം കൂടുമ്പോൾ അറിഞ്ഞോണം, ദൈവസഭയ്ക്കകത്ത് ദൈവം വെളിപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ ഒരു തെളിവും ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിന് പറയാനൊക്കത്തില്ല. ഒരു തെളിവും. അപ്പോഴാ ഞാൻ ഈ വിശ്വാസത്തെ ഒന്ന് നിങ്ങളുടെ ഉള്ളിലിടാം. അതാണ് വിശ്വാസം. വിശ്വാസം നമ്മൾ ഈ വാസ്തവത്തിൽ പ്രസംഗിച്ച് കേൾക്കുന്ന ഒന്നാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതിനൊത്തിരി കാരണമുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ
തുടങ്ങുന്നത് വലിയ ഒന്ന് വായിച്ചു നോക്കിയേ, എന്ത് രസമാണെന്നറിയോ തുടങ്ങുന്നേ. അതുകൊണ്ട് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എന്നിട്ട് അടുത്ത വാക്ക് കേട്ടോണം, അവരെ പോലെ എങ്കിലും. ഈ അവരെ പോലെ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാ അല്ലേ? 3-ാം അധ്യായത്തിലുണ്ടത്. 3-ാം അധ്യായത്തിൽ പറയുന്നു, അതിൽ ഒരെണ്ണവും അവന്റെ സ്വസ്ഥതയിൽ കയറിയില്ല. ഓ, ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഒരു നിശബ്ദത വെളിപ്പെട്ടോണ്ട് എല്ലാവരും മുറിക്കകത്ത് അടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചോരത്തളി ആചരിച്ചവൻ്റെ വീടെ തൊടാതെ സംഹാരദൂതൻ ഇറങ്ങിപ്പോയ രാത്രി മുതൽ വാസ്തവത്തിൽ ചെങ്കടൽ പിളർന്നു എന്ന് പറഞ്ഞ് ഞാൻ എത്ര പേരെ കൈയടിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. അവർ കൈയടിച്ച് അവർ ഊപ്പാട് വന്നിട്ടുണ്ട്. ചെങ്കടൽ പിളരുന്ന ഒരു ദൈവത്തെയും നിനക്ക് വേണ്ടി വഴി തുറക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ 2 പേരുടെ തലേ കൈവച്ചതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവരാ ഏറിയ മറിച്ചിട്ടുണ്ട്. അപ്പം ഇത് അനുഭവിച്ച ഇസ്രായേൽ എന്തുവാ, ഒരു രാത്രിയിൽ 28 ലക്ഷം പേർ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കയറി. അവർക്ക് വേണ്ടിയിരുന്ന മേഘസ്തംഭത്തിനകത്ത് അന്ന് രാത്രിയിൽ അഗ്നിത്തൂൺ ഇറങ്ങി നിന്നു കാണത്തക്ക നിലയിൽ. അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെ നിലവിളിക്കുമ്പോൾ നന്നാ രാവിലെ പുലർച്ചെ ആളുകൾ നോക്കുന്ന മഞ്ഞിനകത്ത് പതിയെ മഞ്ഞ രൂപപ്പെട്ടു വന്നു. ഇറച്ചിക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന ജനത്തിൻ്റെ നടുവിൽ ഒരു കൊച്ചു കുഞ്ഞിന് പിടിക്കത്തക്ക നിലയിൽ കാടപ്പക്ഷി ഇറങ്ങി നിന്നു. പാളയം ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ സെറ്റ് എല്ലാം കാണാൻ നല്ല ഭംഗിയല്ലേ? പക്ഷെ സ്വർഗം പറയുന്നൊരു പദം നിങ്ങൾ കേട്ടോ, അവർ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്ന് വായിക്കും. ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ആ വാക്ക് ഇത്രയും വിവരിക്കാതെ ഇടാം. ഇത്രയും വിവരിക്കേണ്ടി വരുമോ എന്നറിയത്തില്ല. എങ്കിലും വഴി തുറന്നതും ദൈവസാന്നിധ്യവും തീക്കൽപ്പാറയുടെ വെള്ളവും മന്നയും മാറയും കാടപ്പക്ഷിയും സമൃദ്ധി എന്ന് പറയത്തക്ക നിലയിൽ വേല ചെയ്യാതെ, ഒരു പണി ചെയ്യാതെ ദൈവിക നടത്തിപ്പിനകത്താണെന്ന് നാം പറയുമ്പോൾ ദൈവം പറയുന്നു, അവർ നടന്ന് കയറിയത് കനാലിലാണ്, എൻ്റെ സ്വസ്ഥതയ്ക്കകത്തേക്കല്ല എന്ന വാക്ക്. ഒന്നുകൂടെ ആ വാക്ക് പറയുമ്പോഴാ നമ്മുടെ ഉള്ളം പടക്കണ്ടേ. ഒരു ഭൗതിക മേഖലയ്ക്ക് വേണ്ടി രാപ്പകൽ ഇടിവിൽ നിന്ന് 5 സെന്റിനോ 10 സെന്റിനോ അതിനകത്തെ വീടിനോ കൊച്ചിൻ്റെ യാത്രയ്ക്കോ നടുവേദനയ്ക്കോ ഒക്കെ അലമുറയിട്ട് കരയുമ്പോഴും സ്വർഗത്തിന് പറയാനുള്ളത്, അവർ എൻ്റെ സ്വസ്ഥതയ്ക്കകത്തോട്ട് കയറിയിട്ടില്ല. ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും കാതലായ വിഷയം അവൻ്റെ സ്വസ്ഥതയിൽ കയറുക എന്നുള്ളതാണ്. പീസ്ഫുൾ. അതെങ്ങനെയാ കിടക്കുക? ഇസ്രായേൽ മക്കൾ കയറിയില്ലെന്നാ വായിക്കുന്നല്ലേ. ഇത് ഈ പുള്ളി ഇതെഴുതുമ്പം ഈ സ്ലീഹ ഈ വാക്ക് എഴുതുമ്പോ എന്ത് ധൈര്യത്തിൽ അവര് കയറിയില്ലെന്ന് പറഞ്ഞേ. 11-ാമധ്യായ വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോഴും അവസാനം അങ്ങനെ, അവർ അവന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചില്ല. സങ്കീർത്തനക്കാരന്മാരെല്ലാം സങ്കീർത്തനം എഴുതുമ്പോഴും വിശ്വാസത്താൽ കാണുന്നല്ലാതെ അവന്റെ വാഗ്ദത്തത്തിനകത്ത് കയറിയില്ല. യഹോവ എൻ്റെ ഇടയൻ എന്നുള്ള സങ്കീർത്തനം നാം ചൊല്ലി 3 വയസ്സുള്ളപ്പം മമ്മിയോ പപ്പായോ ഒക്കെ ആദ്യം പറഞ്ഞു മർത്തോമായാലും യാക്കോബായാലും ബന്ധക്കോസിലായാലും ഈ സാധനം ആദ്യം പഠിപ്പിക്കും.
യഹോവ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൊച്ചു കുഞ്ഞിനെ വരെ പഠിപ്പിക്കുന്ന അതെഴുതിയ ദാവീദ് അസ്വസ്ഥതയിൽ കയറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ടടിക്കുകയല്ലേ? സ്വസ്ഥതയുടെ വെള്ളം കണ്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടിക്കത്തില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത് എന്താ? ദാവീദ് തുറന്നേ സിംഹത്തെ വലിച്ചു കിരിഞ്ഞ്, പിന്നെ കരടിയെ വലിച്ച് കളഞ്ഞ്. കൊട്ടാരത്തിലെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രവചനമൊന്നുമല്ല, ഭൂതോറക്കായിരുന്നു ശുശ്രൂഷ. ശൗലിൽ ഭൂതം കയറുമ്പം പുള്ളി ചുമ്മാ കിന്നരം വാങ്ങിക്കും, സ്ഥാനം ഇറങ്ങിപ്പോന്നു. എന്നെ മിനിസ്ട്രിയാണല്ലേ. പക്ഷെ ഭയങ്കര മിനിസ്ട്രി ആയിരുന്നു. ഈ അന്ന് ഓടാൻ തുടങ്ങി ഓട്ടം ചാകുന്നത് വരെ ഉണ്ടായിരുന്നു. ഭൂതം ഇറക്കിക്കൊണ്ടിരുന്ന അച്ചായൻ ആഗീസിൻ്റെ നടുവിൽ ഭൂതം ഉണ്ടെന്ന് വെളിപ്പെടേണ്ടി വന്നു. മകൻ മകളെ അപമാനിക്കുന്നു, സ്വന്തം മകൻ സ്വന്തം മകനെ കൊന്നുകളയുന്നു. സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയാത്തൊരു മനുഷ്യൻ. നിങ്ങൾ നിശബ്ദതയായിപ്പോയോ? ഞാൻ ഒരു നോർമൽ ഒരു വ്യൂവിലാണ് ഇതൊക്കെ പറഞ്ഞത്. നോർമൽ വ്യൂവിൽ ഇവരിതെല്ലാം പറയുമ്പോഴും ഇവരിതിനകത്ത് കയറുന്നില്ല. അവർ കയറാത്തതിൻ്റെ കാര്യം വിശ്വാസം എന്ന പദത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. വിശ്വാസത്തെ ഒന്ന് തൊട്ടിട്ട് ഞാൻ വേഗത്തിൽ ഓടി വരാം. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് 1-ാം അധ്യായം സമറിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം എന്ന് പറയുന്ന മാനവജാതിയുടെ മുഴുവൻ സിസ്റ്റം, മാനവജാതി എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആ വാക്ക് നല്ല പദമാണ്. വിത്തൗട്ട് ഫോംലെസ് ആയിരുന്നു, ഓർഡർ ഇല്ലായിരുന്നു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് എംപ്റ്റി ആയിരുന്നു. എപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ശൂന്യത വരാനുള്ള കാരണം പിശാച് കയറി വ്യാപരിക്കുന്നതല്ല, ഓർഡർ ഇല്ലെന്നുള്ളതാണ്. ഫോംലെസ് ആണ് ജീവിതം. കൊളസ്ട്രോൾ എല്ലാം കൂടെ കൂടിയിട്ട്, പിന്നെ കൊളസ്ട്രോൾ മാത്രമല്ല പ്രഷറും എല്ലാം വല്ലാത്തൊരു നിലയിൽ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ശാപ്പാടിനകത്തൊന്നും ഒരു ക്രമീകരണമില്ല. ഈസിയായിട്ടാണ് പുള്ളി പറഞ്ഞു, ഈ അസുഖം വരാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു ഓർഡർ ഇല്ല ജീവിതത്തിൽ. ഉപദേശിയാണോ? ഉപദേശിയ അതാദ്യം ഓർഡർ ഇല്ലാത്ത. ഞാൻ ചോദിച്ചു, ഉപദേശിമാർക്ക് ഓർഡർ ഇല്ല? നിങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കുകയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ടൈമിനൊന്നും ശാപ്പാട് കഴിക്കത്തില്ല. പിന്നെ വെള്ളിയും ചൊവ്വായും ബുധനും വ്യാഴവും എല്ലാം ചുമ്മാ അങ്ങ് ഉപവാസ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് ഓർഡർ ഇല്ല നിങ്ങളുടെ ജൈവം. അതുകൊണ്ട് ഈ അസുഖങ്ങളെല്ലാം വരുന്നു. ജീവിതത്തിൻ്റെ ശൂന്യതയ്ക്കും മെയിൻ വിഷയം ഓർഡർ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 4 ദിവസം കൊണ്ട് എല്ലാം ഓർഡറാക്കി. വെളിച്ചത്തെ ഓർഡറാക്കി, വെള്ളത്തെ ഓർഡറാക്കി, ഭൂമിയെ കരയും കടലും എല്ലാം സെറ്റ് ഓർഡർ. 5-ാം ദിവസം മുതൽ ജീവനെ കൊടുത്തു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് 1-ാം അധ്യായം. 1-ാം അധ്യായം ഒരു അധികാരത്തിൻ്റെ കൈമാറ്റം കൂടെ മനുഷ്യന് കൊടുത്തു. സകലത്തെ വാഴുവാൻ അവനെ ആക്കി. മനുഷ്യനിലാണ് ദൈവം സകലത്തെ വാഴുവാൻ ആക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിനും ഡയറക്റ്റ് ഭൂമിയെ സ്പർശിക്കുവാൻ മനുഷ്യനെ കൂടാതെ കഴിയുകയില്ല. കാരണം മനുഷ്യനെ ദൈവം അധികാരപ്പെടുത്തി. പിശാചിനും ഡയറക്റ്റ് പറ്റുകയില്ല. കാരണം ആത്മസ്വരൂപമുള്ളവർക്ക് ശരീരം ധരിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ ഭൂമിയെ സ്പർശിക്കണേ. ഇപ്പം പിശാചിനും മനുഷ്യനെ പിടിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മനുഷ്യനാണ് സകലത്തിൻ്റെ മേലും വാഴാനാക്കിയത്. മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ച് പദം കൂടെ ഉണ്ട്. ആണ് എന്ന വാക്കാണ്. പുരുഷന്മാരെയാണ് അങ്ങനെ ആക്കുക. 2-ാം അധ്യായം അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവന് ഒറ്റയ്ക്കായിരിക്കുന്ന ദൈവത്തിന് തോന്നി അവനേകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് അവന് ഭാര്യയെ കൊടുത്തു. കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടോ?
ഉണ്ടെങ്കിൽ, അല്ലെ പിള്ളേരുടെ കല്യാണത്തിന് വേണ്ടി ഊസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം അറിയണം, ദൈവത്തിനോട് തോന്നണം. വെറുതെ ദൈവത്തിനോട് തോന്നണം, നീ ഏകനായിരിക്കുന്നേ നന്നാൽ. ദൈവത്തിനോട് തോന്നാതെ നടക്കത്തില്ല. അപ്പം ഉപസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ചെന്ന് പറഞ്ഞൊക്കെ ഒരു ഭാഗത്ത് കിടന്നോട്ടെ. പക്ഷേ ദൈവത്തിന് തോന്നി. അവിടെ വായിക്കുന്ന ഇങ്ങനെ, അവനെ ഉറക്കി, ഗാഢനിദ്ര വന്നു. ഒരു അച്ഛൻ്റെ എഴുത്തിനകത്ത് എഴുതിയേക്കുന്നത് വളരെ രസകരമായിട്ടാണ് പുള്ളി എഴുതിയേക്കുന്നത് എങ്ങനെയാണ്, പുരുഷൻ ഏറ്റവും നന്നായിട്ട് ഉറങ്ങിയിരുന്നത് ഭാര്യ വരുന്നതിന് മുമ്പാണ്. അവൻ അന്ന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവിടെ. അപ്പോൾ അവന് നന്നായി ഉറക്കിയിട്ടോ ഇവള് അവന് കൊടുത്തേ. ഞാൻ ഏദൻ മൊത്തമായിട്ട് കണ്ടോ? ഏദൻ മൊത്തമായി വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ സ്ഥലം എന്ന വാക്കാണ്. ഏദൻ മൊത്തം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഒരു ചെടി പോലും കുഴിച്ചു വെക്കണ്ട, വേലി കെട്ടണ്ട, വീട് പണിയണ്ട, ആഹാരത്തിനു വേണ്ടി തപ്പി നടക്കണ്ട. സകലതും ദൈവം മനുഷ്യനു വേണ്ടി ഏദനിൽ കൊടുത്തു. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പകർച്ച. അതുകൊണ്ടാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്, നിങ്ങൾ ആഹാരത്തെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട, വസ്ത്രത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട, സ്വരൂപിക്കുന്നതിനെ കുറിച്ച് എന്തിനാ ഇതെല്ലാം പറയുന്നത്? മനുഷ്യൻ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ വിഷയം. നമ്മൾ അതിനു വേണ്ടി ഇന്ന് മനുഷ്യരെ വിട്, വിശ്വാസി ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നേ. പുറത്തുള്ള ആളുകൾ എന്തു വന്നാലും നേരിടാൻ തയ്യാറായിട്ടാണ് ജീവിക്കുന്നത്. സ്വതന്ത്രം പറഞ്ഞില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും അവർ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമുക്ക് ചെറിയ വിഷയം പോലും നമ്മെ ഉലച്ച് വലച്ച് ചെറിയ വിഷയം നമ്മളങ്ങ് വലിയ വിഷയമാക്കി കളയും. ഇപ്പം ഞങ്ങളുടെ അവിടെ ഒരു ആൻറ്റി ഉണ്ട്, സാക്ഷ്യം പറയുമ്പോൾ ആൻറ്റി അങ്ങ് ചെറിയ വിഷയം പോലും അവരവതരിപ്പിക്കുന്ന വലിയ വിഷയമായിട്ടാണ്. കാരണം കൊച്ചു വീണാൽ തന്നെ കുഞ്ഞിന്നലെ വീണു എന്നൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല അവർ പറയുന്നത്, കുറച്ചുകൂടെ ആഴമായിട്ടാണ് പറയുന്നത്. ഞാൻ അടുക്കളയിലായിരുന്നു, എന്ത് ചെയ്തു പാടുന്ന അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ബുമ്മെന്നൊരു സൗണ്ട് കേട്ട് ഞാൻ മുറ്റത്തിറങ്ങുമ്പം കൊച്ച് വാതിൽപ്പടിയെന്ന് താഴേക്ക് വീണതായ സൗണ്ടാണ്. തൊട്ടടുത്ത് താഴെക്കുഴി ഉണ്ടായിരുന്നു, ഇങ്ങേപ്പുറത്ത് മരനിപ്പുണ്ടായിരുന്നു, ഇങ്ങേപ്പുറത്ത് പട്ടി. ഇങ്ങനെ അങ്ങ് വിവരിക്കുക. ശരിക്കും നമ്മുടെ ചെറിയ പ്രശ്നം പോലും നമ്മളങ്ങ് വല്ലാതെ അങ്ങ് വിവരിച്ചിട്ട് അതിൻ്റെ ഭാരത്തെ, കുഴപ്പമുണ്ടോ, ഏറ്റെടുക്കുക. പകരം ആ ഭാരത്തിന്റെ നടുവിലാണ് ദൈവത്തിന്റെ സ്വസ്ഥത എന്ന വാക്ക്. അവൻ എനിക്ക് വേണ്ടി വിശ്വസ്തനാണ് എന്ന വാക്ക്. ഇവിടെ നാം അങ്ങോട്ട് കടക്കുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യനോട് പറഞ്ഞ പദത്തിൽ സ്ത്രീ പാപം ചെയ്തു. നമുക്കിത് സംഗതികളെല്ലാം അറിയാം, നൂറുകണക്കിന് പ്രസംഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇടുന്നു. ഇവൾ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇവൾ അത് പറിച്ചു തിന്നു, അവനും കൂടെ കൊടുത്തു, ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. അങ്ങനെ വായിക്കുന്നത്. അവനൂടെ കഴിച്ചു കഴിഞ്ഞാണ് അവരുടെ കണ്ണ് തുറന്നത്. ഉടനെ അവരുടെ ഇരുവരുടെയും കണ്ണ് തുറന്നു. അടുത്ത വാക്ക് ഇങ്ങനെ വളരെ രസകരമായ പദത്തില, ദൈവം വന്നപ്പോൾ നിങ്ങൾ എവിടെ എന്നല്ല ചോദ്യം, ആദമേ നീ എവിടെ എന്നതാണ് ചോദ്യം. നിങ്ങളോട് പറഞ്ഞതെന്നല്ല ചോദ്യം, നിന്നോട് പറഞ്ഞത് എന്ന വാക്കാണ്. കാരണം പുരുഷനാണ് സകലത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെ മേഖല. ഇനി പാപം എന്താണെന്ന് ഞാൻ പറയും. വളരെ സിമ്പിളായിട്ട് വേദവസം പറയുന്ന ഒരു പാപം. എന്താണ് പാപം? പാപം വേദവസം പറയുന്ന അനുസരണക്കേടെന്ന വാക്കാണ്. അതിനേക്കാൾ ഒരു പടിയൂടെ മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ അനുസരണക്കേടെന്ന പദം മാത്രമല്ല, ഒറ്റ വാക്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ ഭാര്യയെ അനുസരിക്കുന്നതാണ് പാപം. എല്ലാവരും കേട്ടില്ല? എന്താ ശരിക്കും പാപം? ദൈവത്തെക്കാൾ കൂടുതൽ ഭാര്യയെ അനുസരിക്കുന്നതാണ് പാപം. ഇനി ഇത് കുഴപ്പമാവും, എനിക്കറിയാം, കുഴപ്പമാവും. ഞാൻ ഈ സഭയുടെ പാസ്റ്ററായിരുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞ്, ഈ വീടുകളിൽ നിന്ന് നിന്റെ ഭരണത്തെ
എടുക്കാനായിട്ടൊരു പ്രാവശ്യം എന്നോട് പറഞ്ഞു. സാധാരണ ഞങ്ങൾ പാസ്റ്റർമാരാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങളിലൂടെ നോക്കുന്നത്. നിങ്ങൾ വേണ്ടിയില്ല, അവിടെ അച്ചായന്മാർക്ക് റോളില്ല. വാസ്തവത്തിൽ അവർക്ക് വണ്ടി ഓടിക്കലേ ഉള്ളൂ, അല്ലാതെ അവർക്ക് റോളില്ല. അവിടുത്തെ അമ്മാമ്മയാ പിള്ളേരുമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിന് യേസ് വെക്കുന്നതാണ് ഞാനെന്ന് പറയുന്ന ഉപദേശി. അപ്പോൾ ഇപ്പം മോൻ +2 ജയിച്ചാൽ അവനെ മർത്തോമായിൽ വിടണോ CSI കോളേജ് വിടണോ, ഇത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, അച്ചായനല്ല. അച്ചായൻ പറയും, എടി നമുക്ക് മർത്തോമ കോളേജ് വിടാം, നിങ്ങളും ഉണ്ടായിരിക്കേ ഉപദേശിയെ വിളി. അപ്പം ഞാനാ പറയുന്ന മർത്തോമായി വിട്ടാൽ മതി, അച്ചായന് റോളില്ല. ഇനി കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യത്തിലും ഞാനാ തീരുമാനിക്കുന്നത്, എവിടെ എങ്ങനെയാ കെട്ടിക്കുന്നത്. അച്ചായൻ പറയാവുന്നേ ഉള്ളൂ, അച്ചായന് റോളില്ല. പിന്നെ ആകെ റോൾ ഈ വണ്ടി ഓടിയിട്ടാണ്. നിങ്ങൾ ഏത് സഭയിൽ ചെന്നോ, ഏത് കുടുംബങ്ങളിൽ ചെന്നോ, ഡിവൈൻ ഓർഡർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താ ഡിവൈൻ ഓർഡർ? പിതാവ്, പുത്രൻ, പുരുഷൻ, സ്ത്രീ, ഇതാ ഡിവൈൻ ഓർഡർ. ഹലോ, മഹത്വം എന്തുകൊണ്ടാണ് വെളിപ്പെടാത്ത, തേജസ് എന്തുകൊണ്ടാണ് വെളിപ്പെടാത്തെന്നറിയാമോ? സ്ത്രീയുടെ തല പുരുഷൻ, തേജസ്സാണ് അവളുടെ. അത് സ്ത്രീയുടെ തേജസ് പുരുഷനാകുന്നു, പുരുഷന്റെ തേജസ് ക്രിസ്തുവാകുന്നു. ഇതാ ഡിവൈൻ ഓർഡർ. ഈ ഓർഡറിനകത്ത് വരാത്തതാണ് ദൈവിക അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. സഭകളൊക്കെ വലിയ വ്യത്യസ്തമായ നിലകളിലാണ്. ഓക്കെ, ഇപ്പം എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ അത് നിർത്തണം. അവരുടെ വീട്ടിൽ തീരുമാനിക്കുന്ന അവിടുത്തെ അച്ചായന്മാരാകണം, അവർക്കുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കണം, നീ കറക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാനത് പിൻവലിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പല കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട വിഷയം അച്ചായന്മാർക്ക്, പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു കാര്യത്തെ അധികാരത്തോടെ പറയാൻ അനുവദിക്കപ്പെടായിക നിമിത്തം അവരുടെ ദൈവത്തിന് അവരിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നിലയിലുള്ള ഒരു വിഷയമാണ്. എൻ്റെയും അനുഭവത്തിൽ അങ്ങനെ, ഈ വിശ്വാസ ജീവിതത്തിൽ എല്ലാവരുടെയും അനുഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഈ സ്റ്റേജിലേ ഉള്ളൂ വിക്രമൻ, വീട്ടിലല്ല. വീട്ടിൽ ചെന്ന അമ്മ പറയുന്ന പോലെ കാര്യങ്ങൾ. അപ്പം എനിക്കും ഇതൊരു ബാധകമാണ്. അപ്പം ഞാൻ ഒത്തിരി അവളെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ കിട്ടുന്ന പൈസയൊക്കെ അവിടെയിലാണ് കൊടുക്കുന്നത്. അവിടെ കൊടുത്തതിന് ശേഷം 100 രൂപയ്ക്ക് അവിടെ പുറകെ നടക്കുക. അപ്പം അങ്ങനെ ആയിരുന്നു അതിൻ്റെ സിസ്റ്റം 2006 വരെ. അപ്പം ഏത് കാര്യത്തിനും അവളെ ഏൽപ്പിക്കുക, എന്നിട്ട് അവിടെ പുറകെ നടക്കുക. ഇങ്ങനൊരു സിസ്റ്റത്തിലായിരുന്നു കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നേ, പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഇന്നടുത്ത് പോന്നു പറഞ്ഞാൽ അവൾ സ്നേഹത്തിലാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നേ. എന്തിനാ ഇപ്പം പോന്നേ? അല്ലേ, അത്യാവശ്യമുണ്ട്. അച്ഛൻ വീട്ടിലിരിക്കുക അച്ഛാ. ഉടനെ നമ്മൾ ബൈക്ക് ഓഫ് ചെയ്ത് വീട്ടിൽ കയറും. സ്നേഹത്തിലാണ് പലതും എന്ത് ചെയ്തുകൊണ്ടിരുന്നേ, കർത്തൃത്വം നടത്തിയിരുന്നേ. ആ സ്നേഹത്തിൻ്റെ കർത്തൃത്വത്തെ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുമില്ല. അഭിഷേകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ ജയിക്കാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഉടയ്ക്കേണ്ടത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഭവനത്തിലെ അധികാരത്തിനകത്ത് നീ എപ്പോൾ കയറുന്നോ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെട്ടു വരികയുള്ളൂ. അതെ, അങ്ങനെ അവൾ അറിയാതെ ഞാനത് ബ്രേക്ക് ചെയ്തു. നിങ്ങൾ അവളെ കാണുമ്പോൾ പറയണ്ട, ഞാൻ അക്കൗണ്ടൊക്കെ എൻ്റെ പേരിലോട്ടാക്കി അവക്കെടുക്കത്തക്ക നിലയിച്ചത് അവൾക്ക് വേണ്ടി മാറ്റിവെച്ചു. വാഹനം എൻ്റെ പേരിലോട്ട് മാറ്റി. ഇങ്ങനെയൊക്കെ പല പരിപാടി പതുക്കെ ചെയ്തേ. പല കാര്യങ്ങളുടെയും തീരുമാനം, ഞാൻ അതിൻ്റെ തീരുമാനത്തിൻ്റെ ഗൗരവം പറയുകയും അവൾ അനുസരിക്കുകയും ചെയ്യും. അനുസരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഓർഡർ ആയതുകൊണ്ട് അവർക്ക് പോരാട്ടമില്ല അതിനകത്ത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്താ വിഷയം? സഭകളിൽ പുരുഷന്മാരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിലോട്ട് അവർ കയറുമ്പോൾ സഭയ്ക്ക് വ്യത്യാസം തുടങ്ങും, വീടിന് വ്യത്യാസം തുടങ്ങും. വീട്ടിൽ അമ്മാമ്മ എത്ര രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാലും എത്ര കരഞ്ഞെന്ന് പറഞ്ഞാലും അച്ഛന് ചലനം ഉണ്ടാകുകയില്ല.
പക്ഷേ പുരുഷൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഭവനം ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞു? ഒരു വീട്ടിൽ അച്ചായൻ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ വീടിനകത്തെ വ്യത്യാസം കോമ്പൗണ്ടിൽ കയറി അറിയാം. അത് ജസ്റ്റ് ഏതു വിഷയത്തിനും പുരുഷന്റെ മേൽ ദൈവം കൊടുക്കുന്ന കർത്തൃത്വമുണ്ട്. ഇത്രയും സൗകര്യമാർ എന്നോട് പണങ്ങരുത്, ഞാൻ നിങ്ങളോട് സഹകരിച്ചു വരാം, എന്നെ ഓടിച്ചിട്ടിടിക്കൽ. ഞാൻ ഈ പറയുന്ന ഭാഗം ജസ്റ്റ് നിങ്ങൾ നായ്ക്കുട്ടിയെ വിളിച്ചാൽ വരെ അത് വെളിപ്പെട്ട് വരും. വെളിയിൽ കറങ്ങി നടക്കുന്ന പട്ടിയോട് ഡാ അച്ഛൻ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ അന്നേരം കൂട്ടിക്കും. പക്ഷെ അമ്മാമ്മയോ അതിൻ്റെ പുറകെ നടക്കണം. ജസ്റ്റ് പശുവിനെ അഴിക്കുന്നത് വരെ എത്രയോ അച്ചായന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട് ഗ്രാമമാണ്, ഇവിടേക്ക് അച്ചായന്മാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്റർ ഞാൻ പശുവിനെ അഴിച്ചാൽ മര്യാദയ്ക്ക് അത് വരും, അവൾ അഴിച്ചാൽ അവളെയും കൊണ്ട് പോകാത്ത സ്ഥലമില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ദൈവം പുരുഷന്റെ മേലാക്കിയിരിക്കുന്ന അധികാരത്തിന്റെ സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിന് നീ അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുസരണത്തിലേക്ക് നീ പ്രവേശിക്കുന്നത്. നീ യോഗങ്ങൾ കണ്ടു, സഭകളുടെ ആത്മീയ നിലവാരം കണ്ടു. ആരെങ്കിലും ഒരാൾ ദൈവകൃപയ്ക്കകത്താണ്, സഭയ്ക്കകത്ത് എല്ലാ പിതാക്കന്മാരും എല്ലാ പുരുഷന്മാരും അഭിഷേകം പ്രാപിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി അഭിഷേകം പ്രാപിച്ചാൽ സഭകളിൽ അഭിഷേകം പ്രാപിച്ച ഒരു ഉപദേശിയാകും, അല്ലാത്തൊരു സഭയെ തന്നെ കാണും. കേട്ടില്ല? ഇച്ചിരി ആത്മനിയോഗമുള്ളവരെല്ലാം പാസ്റ്റേഴ്സായി മാറുക. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം കണ്ടോ, ഓരോ പുരുഷനും ഭവനത്തിനകത്തെ അപ്പോസ്തലനാകാൻ, ഭവനത്തിനകത്തെ അധികാരിയാകാൻ ദൈവമാക്കി വെച്ചു. എന്താണ് പാപം? ദൈവത്തെക്കാൾ കൂടുതൽ അവളെ അനുസരിച്ചതാണ് ദൈവം വെച്ച പാപം. അതുകൊണ്ട് എന്തു പറ്റി? പുരുഷനോട് പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ആ വാക്ക് കേട്ടോ, അവൾ നിമിത്തമല്ല. ഹൗവേ, നീ നിമിത്തം ഭൂമി പോയെന്നല്ല, ആദം നീ നിമിത്തമാണ് ഭൂമി പോയത്. കാരണം നീ ഭൂമിയുടെ അധികാരിയായിരുന്നു. നിന്റെ അധികാരത്തെ ഒരിക്കലും നിസ്സാര കാര്യങ്ങൾക്ക് തകർക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾ സഹോദരന്മാരെ, ഈ ആത്മീയ ശുശ്രൂഷകൾക്കകത്ത് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ അധികാരത്തിനകത്തേക്ക് ഒരു പടി വിശ്വാസത്താൽ നീ വെച്ച് നോക്ക്. നിന്റെ കുടുംബജീവിതത്തിന് മാറ്റം വരും, നിന്റെ ആത്മീയ ജീവിതത്തിന് മാറ്റം വരും. പാപത്തിനോ ലോകത്തിനോ പിശാചിനോ തകർക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ അധികാരത്തിന്റെ പകർച്ച ഇതിനകത്തു നിന്റെ മേൽ ദൈവമാക്കും. കാരണം അങ്ങനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ദൈവം. നീ ഒന്ന് ശ്രമിച്ചാൽ മതി. അപ്പൊ നീ നിമിത്തം വീട്ടിലേക്ക് എന്ത് ചെയ്യുക? വരിക. ഇതൊരു ഓർഡറാണ്, ദൈവത്തിന്റെ ഓർഡറാണ്. 1 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. ഇങ്ങനെയൊരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ പതുക്കെ ഇത് തിരികെ പിടിച്ച് തുടങ്ങിയപ്പം ഞാൻ ആത്മമണ്ഡലത്തിൽ ഓപ്പണായി തുടങ്ങി. അതുവരെ പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ആ കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവിനെ ഓപ്പണാക്കാൻ തുടങ്ങി. എൻ്റെ ചിന്തകളെ മാറ്റാൻ തുടങ്ങി, എൻ്റെ വിചാരങ്ങളെ മാറ്റാൻ തുടങ്ങി, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങി. എവിടെയാണെന്നറിയാമോ? ദൈവം തന്ന അധികാരത്തിനകത്തേക്ക് ഞാൻ പതുക്കെ കാലെടുത്തു വച്ചു എന്നുള്ളതാണ്. ഇപ്പം പാപനിമിത്തം എന്ത് സംഭവിച്ചു? പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നകന്നു എന്നതിനേക്കാൾ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് സത്യം. സ്വയത്തിൽ നിൽക്കാൻ തുടങ്ങി. അവൻ ഏദനിൽ നിന്ന് പുറത്തായി. ഇനി തിരികെ ആദമിനും ഹവ്വയ്ക്കും പ്രവേശനമില്ല. പ്രവേശനം വരാതിരിപ്പാൻ കേരൂബിനെ തിരിയുന്ന വാളുമായി നിർത്തി. ഈ ഭാഗത്താണ് നാം വിശ്വാസം മനസ്സിലാക്കുക. ഇവിടെ ഇനിയും ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് കയറാൻ ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷനാണ് വിശ്വാസം, പിസ്റ്റോസ് എന്ന് പറയുന്ന പദം. എങ്ങനാ പദം? ദൈവത്തിങ്കലേക്കുള്ള പ്രവേശനം ഒരുവന് സാധ്യമാകുന്നത് ഇനി അനുസരണത്താൽ വേണം. അനുസരണത്തിന് വിശ്വാസത്തിനകത്ത് സാധ്യതയുണ്ട്. 2, അവന് സ്വയമേ കഴിയുകയില്ല. പകരം ദൈവത്തിങ്കലുള്ള ആശ്രയത്താലേ ഇനി അവന് തിരികെ കയറാൻ ഒക്കുകയുള്ളൂ. അതിൻ്റെ വാക്കാണ്
വിശ്വാസം എന്ന വാക്ക്. മൂന്നാമത്തെ പദം എന്താണെന്നറിയാമോ? അവൻ അതിനായി സമർപ്പിക്കപ്പെടണം. അപ്പോ വിശ്വാസത്തിന് മൂന്നാമത്തെ പദമാണ് സമർപ്പണം. 3 കാര്യം ഇൻക്ലൂഡാണ് വിശ്വാസത്തിനകത്ത്. 1 അനുസരണം, 2 ആശ്രയം, 3 സമർപ്പണം. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിങ്കലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിൽ നിന്ന് സാധ്യതയുണ്ടാകും. വിശ്വാസം അയൽവക്കക്കാരൻ്റെ വസ്തുവിനകത്ത് 10 രൂപയായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല. ആ പാവപ്പെട്ടവൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചൊരു വീട് വെക്കാൻ മേടിച്ച് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് മേടിച്ചിട്ടത് ഒരു പരാജയമായിപ്പോയി. നമ്മളതിനകത്ത് 1 രൂപയായിട്ട് വിശ്വാസത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവൻ്റെ അവകാശപ്പെടുത്തുന്നല്ല വിശ്വാസം. നമ്മുടെ ഒരു ധാരണ എന്തോ അധികാരത്തിലേക്ക് കയറ്റാനുള്ള ഒന്നാ വിശ്വാസം എന്നുള്ള ധാരണയാ. പക്ഷേ ആഗ്രഹിക്കുന്നതിനെ കൈവശപ്പെടുത്തുന്നതല്ല വിശ്വാസം. പകരം എനിക്ക് സാധ്യതയില്ലെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം ദയവായി 1-ാം വാക്യം ഒന്ന് എടുക്കാമോ? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്ക്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തിലേക്ക് സമാധാനമുണ്ട്. ഈ നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. ഈ ക്രിസ്തുവേശുവിലാണ് ഇപ്പോഴുള്ള നാം പ്രവേശിച്ചത്. അപ്പോൾ പഴയ നിയമഭക്തന്മാർക്ക് ദൈവത്തിങ്കിലുള്ള ആശ്രയത്തിൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് കയറുവാനുള്ള സാധ്യത കിട്ടി. പാപത്തെ 3ആയിട്ടാണ് വേദപുസ്തകം ഡിവൈഡ് ചെയ്യുന്നത്. 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആദം, റോമാലേഖനം 5-ാം അധ്യായം എടുത്താട്ടെ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അടുത്ത വാക്ക് അടുത്തത്. നിങ്ങൾ ആ വാക്ക് കേട്ടോ? പാപം ന്യായപ്രമാണം വരെയാണ് ലോകത്തിൽ ഉണ്ടായിരുന്നെന്ന. സ്തോത്രം. അവ കണ്ടോ? പാപം എവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ? അഥവാ മോശ വരെ. അങ്ങനെ അടുത്ത വാക്ക് 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 14-ാമത്തെ വാക്ക്. എങ്കിലും 14-ാമത്തെ വാക്ക് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം മുതൽ മോശ വരെ വാണിരുന്നു. പാപം എവിടം വരെയാ വാണുന്ന? വാസ്തവത്തിൽ മോശ വരെ പാപം മനുഷ്യന്റെ മേൽ ദൈവം ഡയറക്റ്റ് കണക്കിട്ടിരുന്നു. മോശ മുതൽ പാപത്തിന് വേറൊരു വ്യത്യാസം ദൈവം കൽപ്പിച്ചു. എന്താ വ്യത്യാസം എന്നറിയാമോ? ന്യായപ്രമാണം വെച്ചാണ് പിന്നെ പാപത്തെ കണക്കിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വതന്ത്രനാണ്. യേശുക്രിസ്തു നമ്മെ വിടുവിപ്പാൻ കാരണമായത്, യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വിമോചിതമാക്കിയത്, നമ്മെ ആദമിന്റെ പാപത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ വിടുവിക്കുന്നത്. എന്താണ് ആദമിന്റെ പാപം? അനുസരണക്കേട് എന്ന പാപം. ഏകന്റെ അനുസരണത്താൽ നമ്മുടെ മേൽ വാണിരുന്ന പാപത്തിന്റെ വേരിനെ തലമുറയായി നിന്നിരുന്നതിനെ ക്രിസ്തു ക്രൂശിന്മേൽ ആഴമായി വഹിച്ചു എന്ന വാക്കാണ്. ഇപ്പൊ യേശു ക്രിസ്തു എന്തിൽ നിന്നാണ് നമ്മെ വിടുവിച്ചത്? ഇതൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം ആർക്കാ കൊടുത്ത്? യേശു ക്രിസ്തുവിന്റെ രക്തം ആർക്ക് മറുവിലയായി കൊടുത്തു? പിശാചിൽ നിന്നാണെന്ന് പറയുമ്പോൾ പിശാചിന് അവന്റെ രക്തം കൊടുത്തു എന്ന് വരികയില്ലയോ? സ്വതന്ത്രം വന്നില്ല. പാപത്തിനു വേണ്ടിയാണ് ഒഴുക്കപ്പെട്ടെ. ലോകത്തിന് വേണ്ടിയാണെങ്കിൽ നിർമ്മല രക്തത്തിന്റെ അവകാശം ലോകവുമായിട്ട് ബന്ധമില്ലല്ലോ. പിന്നെന്താണ് യേശു ക്രിസ്തു മനുഷ്യനെ വിടുവിച്ചേ?
ഗലാത്യലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന വാക്കാണ്. അപ്പൊ എന്തിനാ ക്രിസ്തു വില കൊടുത്ത്? ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ് വില കൊടുത്ത്. ഒരു സ്വതന്ത്രം അതില്ല. ഇപ്പം തെറ്റ് ചെയ്യുന്നവൻ നിയമത്തിന് അധീനനാകുക. മനുഷ്യന്റെ മേൽ പാപത്തിനോ പിശാചിനോ ലോകത്തിനോ വാഴാൻ അധികാരമില്ല. എൻ്റെ മേൽ പിശാചിന് വാഴാൻ അധികാരമില്ല. എൻ്റെ മേൽ ലോകത്തിനു വാഴാൻ അധികാരമില്ല. എൻ്റെ മേൽ പാപത്തിനു വാഴാനും അധികാരമില്ല. കാരണം ഞാൻ പാപത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പിശാചിൻ്റെയോ വകയല്ല, ഞാൻ ദൈവത്തിൻ്റെ വകയാകയാൽ. ദൈവത്തിൻ്റെ വകയായ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം, അഥവാ അനുസരണക്കേട് നിമിത്തം പാപം അവന്റെ മേൽ കർത്തൃത്വം നടത്തിയെന്നേ ഉള്ളൂ. പാപം കർത്തൃത്വം നടത്തുമ്പോൾ പിശാച് അവനെ വാണു എന്നും ലോകം അവനെ അധികാരപ്പെടുത്തിയെന്നേ ഉള്ളൂ. അവൻ്റേതല്ല അവൻ. ഇന്ന് പകലും ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. പലപ്പോഴും പിശാച് നമ്മെ അടക്കി വെച്ചെന്നും നമ്മുടെ അവകാശങ്ങളെ പിടിച്ചു വെച്ചെന്നും നാം പറയുമ്പോൾ അറിയുക, പിശാചിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല, നമ്മുടെ ദൈവത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമുള്ളൂ. കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ എന്ന പദം ഉപയോഗിക്കുമ്പോൾ നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം മനുഷ്യന്റെ മേൽ പാപബോധത്തെ ഉളവാക്കി. ഇന്നലെ പാപമെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ നിവർത്തീകരണത്തിന് യാഗം മാത്രമായി. മനുഷ്യന് ദൈവവുമായിട്ട് അടുക്കാൻ അത് വെച്ചെങ്കിലും അവന് സാഹചര്യ നിമിത്തം അടുക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെയും അവന്റെ അകത്ത് പാപബോധം നിന്നു. കാരണം ആദാമിന്റെ പാപത്തിന്റെ വേര് ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരുവന്റെ മേൽ വാണുകൊണ്ടേയിരുന്നു. വേരുള്ളതാകയാൽ നിശ്ചയം അല്പ മിനിറ്റുകൾ സാഹചര്യത്തിന്റെ മഴ പെയ്താൽ വേര് പൊട്ടിക്കിളുത്തിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ആദം പാപത്തിന്റെ വിത്ത് മനുഷ്യന്റെ മേൽ കിടക്കയാൽ നിശ്ചയം പാപത്തിന്റെ സാഹചര്യം അവന്റെ മേൽ നിഴലിടുമ്പോൾ അവൻ അറിഞ്ഞോ അറിയാതെയോ പാപത്തിന് അധീനപ്പെടും. പക്ഷേ യേശു ക്രിസ്തു ആ വിത്തിനെ എന്നേക്കുമായി കാൽവറിയിൽ ഉടച്ചത് നിമിത്തം ഇനി ഒരുവന് അതിന്റെ മേൽ നിലനിൽപ്പില്ല. പകരം അവന് ക്രിസ്തുവിൽ വാഴുവാനായിട്ട് കഴിയും. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് മനുഷ്യന്റെ മേൽ പിശാച് വരയ്ക്കുന്നത്. കോപത്തെ ജയിക്കാൻ പറ്റത്തില്ല, പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല, ജീവിതത്തെ ജയിക്കാൻ പറ്റത്തില്ല, നിരാശ ജയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ജയിക്കാൻ പറ്റത്തില്ല 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 എന്ന് ഓരോ പ്രാർത്ഥനയ്ക്കകത്തും ഉപവാസത്തിനകത്തും ജയിക്കാൻ വേണ്ടി ഒരു മൽപ്പിടുത്തത്തിൽ നടക്കുമ്പോൾ തിരിച്ചറിഞ്ഞാൽ മതി, ഇവ ജയിക്കേണ്ട കാര്യമില്ല. പകരം നീ ക്രിസ്തുവിന്റെ നീതിക്കകത്തേക്ക് കയറിയാൽ മതി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ക്രിസ്തുവിന്റെ നീതിക്കകത്തേക്ക് കയറുക. അപ്പോ ആദം മുതൽ മോശ വരെ പാപത്തെ കൽപ്പനകളുടെ ലംഘനമായിട്ടല്ല കണക്കിട്ടെ. എന്നാൽ ന്യായപ്രമാണം മോശ മുതൽ ക്രിസ്തു വരെ ന്യായപ്രമാണത്തിന്റെ നീതി വെച്ച് കണക്കിട്ടു. എങ്കിൽ ക്രിസ്തു മുതൽ പാപത്തെ വേറൊരു തലത്തിലാണ് വേദപുസ്തകം കാണുന്നത്. എന്താണ് ആ പാപത്തിന്റെ തലം? നിങ്ങളിൽ പാപമില്ലായിരുന്നു എന്ന് യേശു പറയുന്നുണ്ട്. എങ്ങനെ വാക്കെന്നറിയാമോ? പുത്രനിൽ വിശ്വസിക്കായിക നിമിത്തം എന്ന വാക്കാണ്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചത്തിൽ വിശ്വസിക്കായികയാണ് പാപം എന്ന വാക്ക് പുതിയ നിയമത്തിൽ വരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് പുതിയ നിയമത്തിന്റെ യാഥാർത്ഥ്യ പാപം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത വേറൊന്നും അതിനോട് ബന്ധപ്പെടുന്നതല്ല. പുസ്തകം കണക്കാക്കുന്നത് ഇപ്പോൾ നാം കൊണ്ടുപോകുന്ന പഴയ നിയമത്തിന്റെ സിസ്റ്റം ഇതാണ്. പഴയ നിയമം പാപം ചെയ്ത മനുഷ്യൻ അവന്റെ പാപത്തിന്റെ പരിഹാരമായി ആട്ടുകൊറ്റനെ കൊണ്ടു ചെല്ലുക, അല്ലെ കാളക്കിടാവിനെ കൊണ്ടു ചെല്ലുമ്പോൾ പുരോഹിതൻ അതിനെ ശോധന ചെയ്യണം. അതാണ് അതിന്റെ സിസ്റ്റം.
ഈ വന്ന അച്ചായനെ അല്ല ശോധന ചെയ്യുന്നത്, പാപങ്ങളുടെ ലിസ്റ്റും അല്ല ശോധന ചെയ്യപ്പെടുന്നത്. ശോധന ചെയ്യപ്പെടുന്ന കൊണ്ടുവന്ന മൃഗത്തെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നീ ആരാണെന്നോ നീ ചെയ്ത പാപങ്ങളുടെ കണക്കോ അല്ല വിഷയം, പകരം മൃഗത്തെയാണ് ശോധന ചെയ്യുന്നത്. മൃഗം ഊനമില്ലാത്തതാണെങ്കിൽ ഇതെല്ലാം നിന്നിൽ നിന്ന് ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനായി വെളിപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ വിഷയം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീ ആരാണെന്നുള്ളതോ നിന്റെ പാപത്തിന്റെ ലിസ്റ്റോ നിന്റെ തകർച്ചയുടെ ലിസ്റ്റോ ദൈവത്തിന് വിഷയമല്ല. പകരം ഞാൻ അവനെ വിശ്വസിക്കുന്നു, ഞാൻ അവന്റെ പരിഹാരകനായി എനിക്ക് വേണ്ടി അവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ നിമിത്തം നിന്നെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. രണ്ട് വാക്കാണ് അതിൻ്റെ രണ്ട് വാക്കുകൾ. പുതിയ നിയമത്തിൽ രണ്ട് വാക്കുകൾ അതിന് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ട്. അതിലൊരു വാക്കാണ് 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്ക്. 1 തീമോഥെയോസ് 2:5 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആ മധ്യസ്ഥൻ യേശു ക്രിസ്തു തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. നിങ്ങളെ വാക്ക് കണ്ടോ? ദൈവത്തിന് മനുഷ്യനെ കാണാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെയാണ്, മനുഷ്യന് ദൈവത്തെ കാണാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നത്, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിലല്ലോ വസിക്കുന്നത്. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. ഞാൻ ദൈവത്തെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അത് ക്രിസ്തുവിലുണ്ട്. എനിക്ക് കരുണ വേണം. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് പാപം ചെയ്തവനോ സ്ത്രീകൾക്കോ ഒരു കരുണയും ലഭിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഇപ്പം സ്ത്രീകളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഒരു കരുണ വേണം എന്നല്ലേ. കർത്താവ് ഭയങ്കര കരുണയുടെ ഉറവിട. എന്താ ഈ ശരിക്കും കരുണ? യേശു കർത്താവ് ഒരു കിണറിൻ്റെ അരികിലിരിക്കുന്നത് വേദപുസ്തകത്തിലുണ്ട്. ഒരു പാവപ്പെട്ട പെങ്കൊച്ച്, ഒരു സാധു പെണ്ണ് വെള്ളം കോരാനായിട്ട് വന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. യേശുവിന് അവളെ നന്നായിട്ടറിയാം, എന്നിട്ട് ഒരു കള്ളച്ചിരി പോലും യേശുവിൻ്റെ അടുക്കലില്ലായിരുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിയാലത്തെ അവസ്ഥ എന്തായാലും. ഇപ്പം വരുന്ന ആളിൻ്റെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് മനസ്സിലായെങ്കിൽ എന്തുവാ അതിൻ്റെ സ്ഥിതി? അമ്മാമ്മ വെള്ളം കോരാനൊക്കെ വന്നൊക്കെ സംഭവിച്ചു, പക്ഷെ ആളാരെന്ന് എനിക്ക് വെളിപ്പെട്ട് വന്നു. ഞാൻ ആദ്യമേ അത് പറയും അല്ലേ. പക്ഷെ ക്രിസ്തു എന്ത് നൈസായിട്ടാണ് ഡീൽ ചെയ്തേ, എന്ത് വളരെ ശാന്തമായിട്ടാണ് കർത്താവളോട് സംസാരിച്ചേ. കർത്താവളോട് വെള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അവൾക്കങ്ങ് ആഗ്രഹം തോന്നി, ഈ വെള്ളം എനിക്ക് വേണം. നീ പോയി വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ അവൾ പോയി ഇപ്പോഴുള്ളവനെ വിളിച്ചോണ്ട് വന്നേനെ. കർത്താവ് തൊട്ട കണ്ടോ, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. എന്ത് ലഘുവായിട്ടാ കർത്താവ് തൊട്ടെ. അമ്പടി കള്ളി, എനിക്കെല്ലാം വെളിപ്പെട്ട് വന്നു എന്നല്ല കർത്താവ് പറഞ്ഞ്. നീ പറഞ്ഞ ഉത്തരം ശരിയാ, നിനക്ക് ഭർത്താവില്ല, ഇപ്പോഴുള്ളവനും എൻ്റെ ഭർത്താവല്ല. ഇതുവരെ അവളെ ശരിവെച്ച ഒരാളെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ല. നിന്റെ ജീവിതത്തിൻ്റെ തെറ്റ് സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണെന്ന് നിന്നെ ഒന്ന് അംഗീകരിക്കാൻ ആരെങ്കിലും ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ഇതാ ക്രിസ്തു. നീ പറഞ്ഞ ഉത്തരം തെറ്റാന്നല്ല, നീ പറഞ്ഞ കറക്റ്റാ, നിനക്ക് ഭർത്താവില്ല. എന്തോ വാക്കാതെ ഞാനത് വായിച്ചപ്പോഴൊക്കെ ഈ ദൈവത്തിൻ്റെ കരുണയുടെ ആഴം എന്താ? ഞാൻ ചെയ്ത് തകർന്നു പോയ പല തെറ്റും ശരിയാണ്, സാരമില്ലെന്ന് പറയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട്? അല്ല ഇനി പ്രശ്നമുണ്ടോ അങ്ങനെ പറഞ്ഞേ? എൻ്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ സാരമില്ലെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾ നോക്കണമായിരുന്നാ പറയുന്നത്. നിനക്ക് ആദ്യത്തെ എന്തുകൊണ്ട് നിന്നില്ല? എന്തിനാ ഡൈവേഴ്സ് ആക്കിയേ? നീ ആദ്യത്തേനകത്ത് നിലനിന്നാ പോരായിരുന്നു. അങ്ങനൊന്നുമല്ല കർത്താവളോട് ഇടപെട്ടെ. ഒരു പുരുഷനെ സംബന്ധിച്ച് വിവാഹങ്ങൾ പിന്നെയും കഴിക്കാം, പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അനുവദീനമല്ലാതിരിക്കുമ്പോഴും പലരും ജീവിതത്തിൽ കടന്നുപോയി. സാഹചര്യങ്ങൾ അത്തർച്ചയുടെയും തകർച്ചയുടെയും ജീവിത മണ്ഡലങ്ങളിൽ അവളായിട്ടും
യേശുവോട് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇതാണ് ക്രിസ്തു. ഇപ്പോഴുള്ളവരും നിന്റെ ഭർത്താവല്ല. വളരെ നൈസായി അവളുടെ ജീവിതത്തെ കർത്താവ് തുറന്നു. ഉടനെ അവളുടെ ചോദ്യം, ഇതൊന്ന് ഇറക്കി വെക്കുന്ന എവിടാന്നാ ചോദ്യം. ശരിക്കും നിങ്ങൾ പറയുന്ന യെരൂശലേമിൽ ആരാധിക്കണ്ടേ? അവിടെ എന്നെ കയറ്റത്തില്ല. ഈ മലയില, അവിടെ എന്നെ അടുപ്പിക്കത്തില്ലെന്ന് തന്നെ വിഷയം. എങ്ങനെ ഇതൊന്ന് ഇറക്കി വെക്കാൻ കഴിയും? ഈ ഭാരം, അതാണ് അതിൻ്റെ ആഴം. ഈ ആരാധിക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്നുള്ളത് തന്നെയാണ് വിഷയം. എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു മുഖാന്തരം പറ. കർത്താവ് അവളെ തുറന്നു വിടുന്നത് കണ്ടോ? സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കുന്ന ഒരിടമുണ്ട്. അവിടെ ചിന്തയെ കർത്താവ് അട്ടിമറിച്ച് കളഞ്ഞു. ഈ സ്ഥലപരിധിക്കകത്തൂന്ന് നിന്നെ വാനോളം സ്വീകരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വാക്ക്. പിന്നെ അവൾ എങ്ങനെ പാത്രമെറിയാതിരിക്കും? പാത്രം അവൻ്റെ പാദത്തിൽ വെച്ചിട്ട് അവൾ ഓടി പോയി പട്ടണത്തിൽ വിളിച്ചു പറഞ്ഞെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തി. ശരിക്കും ക്രിസ്തുവല്ല. ക്രിസ്തു നിന്നെ ശരിയാണെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ കഴിഞ്ഞ കാലങ്ങളിൽ മറക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതിനെ തുറന്ന് അതിനെ ജയിക്കാമെന്ന് നിന്നെ വിപ്ലവകരമായി വെളിപ്പെടുത്തുന്നവന്റെ പേരാണ് ക്രിസ്തു. അതാ നിന്റെ പകരക്കാരൻ എന്ന വാക്ക്. അവൻ നിനക്ക് പകരം നിൽക്കുക. മധ്യസ്ഥൻ എന്ന വാക്ക് അവിടെയാ വെളിപ്പെടുന്നത്. പാപിനിയായ തകർച്ചയുള്ളവൾ കല്ലെറിയാൻ കൊണ്ടുവരുമ്പോഴും ഒരു മധ്യസ്ഥനെ നിങ്ങൾക്ക് കാണാം. എന്താ മധ്യസ്ഥൻ? അവൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ. എങ്ങനെ വാദിച്ചേ? അവൾക്ക് വേണ്ടി എങ്ങനെ ഇടിവി നിന്നേ? തെറ്റുകാരിയാണെന്ന് അറിയുമ്പോ തന്നെ അവർ ചോദിച്ചു, കല്ലെറിയട്ടെ, എറിയാം, പക്ഷേ ഇതിൽ പാപമില്ലാത്തവരാദ്യം എറിയട്ടെ. പ്രമാണത്തെ വളരെ ലഘുവായി അവരുടെ ജീവിതത്തെ കാണിച്ചിട്ട് അവളെ സ്വതന്ത്രമാക്കി വിടുകയാണ്. ഈ പകലിലും ശരിക്കും ക്രിസ്തു എന്താണ് നമ്മോടുള്ള ബന്ധത്തിൽ? എന്റെയും നീ സ്തോത്രം ചെയ്യാം. ഞാൻ ഓർക്കുവാണ് എൻ്റെ മോനെ ഞങ്ങളുടെ അതിലേ പോയ ഒരു വണ്ടിയുടെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. എൻ്റെ ചിന്തവ അവന് കളിച്ചു കൂട്ടത്തില്ല. അതിലേ പോയ ഒരു കാറിൻ്റെ ജില്ലെറിഞ്ഞ് പൊട്ടിച്ചു. ജില്ലെന്നൊരു സൗണ്ട് കേൾക്കുന്നത് കേട്ടു. ഞാനകത്താൻ ചെറുക്കനെ ഓടി പെരക്കകത്ത് കയറുന്ന കണ്ടു. ഉടനെ ഒരാൾ ഗേറ്റിങ് വന്നു. ഈ ചെറുക്കൻ എവിടെ നിന്ന്? ഇവിടെ നിന്ന് പയ്യനും ചെയ്തു. ഞാനാ ഇറങ്ങി. എന്നാന്ന് ചോദിച്ചു. ഇവിടെ ഒരു ചെറുക്കൻ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ എന്താ വിഷയം? ഞങ്ങളുടെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ചു. ഇതാ ചെറുക്കൻ, പിടിച്ചോണ്ട് പോകുമെന്ന് ഞാൻ പറയുമോ? ഇല്ല. ഞാൻ പറഞ്ഞു, അവൻ പൊട്ടിക്കുകയല്ലെന്ന് തന്നെയാണ് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. അത് അപ്പനായതുകൊണ്ട് ഞാൻ ഇടിവി നിൽക്കുക. അവൻ പൊട്ടിച്ചെന്നുള്ളത് കറക്റ്റാ, പക്ഷെ ഞാൻ ഇടിവി നിൽക്കുകയാണ്. പൊട്ടിച്ചാൽ സാരമില്ല, ഞാൻ മാറ്റി തരാം. പുള്ളി പറഞ്ഞു, ഇപ്പം മാറ്റണം. ഞാൻ പറഞ്ഞു, ഇവിടെ പൊട്ടിക്കുന്നേ ഉള്ളൂ, ഇവിടെ മാറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? ഇടിവി നിൽക്കുകയാണ്. എങ്കിൽ എൻ്റെ ദൈവം എത്രയധികം ലോകക്കാരും അറിയാതെ, കൂടെ ആരാധിക്കുന്നവരാരും അറിയാതെ, കൂടെ ഉറങ്ങുന്ന ഭർത്താവിനോ ഭാര്യയ്ക്കോ അറിയാതെ എൻ്റെ ജീവിതത്തെ നന്നായി അഭിമുഖീകരിച്ചിട്ട് നിന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഏതു മനുഷ്യനും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഈ പകൽ വിശ്വാസത്താൽ നിനക്ക് അവനോടൊപ്പമാകാൻ കഴിയും. കണ്ണുകളെ അടയ്ക്കാം. ഒന്നാം ഭാഗം നാം ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? ഒന്നുകൂടൊന്ന് കഴുകപ്പെടുന്ന ആത്മസ്ഥലത്തിൽ നിന്ന് ഒന്നുകൂടൊന്ന് ശുദ്ധീകരിക്കാൻ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾക്കപ്പുറത്ത് നിന്ന് എന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് പകൽ അന്വേഷിക്കാൻ കഴിയുമോ എന്നാ പരിശുദ്ധാത്മാവിൻ്റെ ചോദ്യം. ബാഹ്യപ്രകടനങ്ങളൊന്നും കൂടാതെ എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിയിട്ട് എൻ്റെ ജീവിതത്തെ ഇങ്ങനായിരുന്നെന്ന് പറയാൻ കഴിയുന്ന ധൈര്യത്തിൻ്റെ ഒരു ആത്മാവ് പകരാൻ കഴിയുന്ന കർത്താവ്. ഓ ജീസസ്. ഹാനോക്ക് അവനോടൊപ്പം നടന്നു. ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ്
അവനെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. റൈനസ്, എൻ്റെ പൊസിഷൻ എന്താണ്? അവനോടൊപ്പം എൻ്റെ സ്ഥായി എന്താണ്? ഓ ജീസസ്, കർത്താവേ, എനിക്ക് നിന്നെ ഒന്നുകൂടെ അറിയാൻ കഴിഞ്ഞാൽ, എന്നെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, യേശുവേ, നിന്റെ സ്നേഹം എന്നോട് ഒന്നുകൂടെ തൊടാൻ കഴിഞ്ഞാൽ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ വാക്ക് ഇങ്ങനെ പറയുന്നു, 5-ാം വാക്യം: ദൈവത്തിൻ്റെ സ്നേഹമോ നമ്മുടെ മേൽ, ഹൃദയങ്ങളുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു വരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ലേ നാം? ഈ പകൽ ആത്മാവിൽ അവനെ ഒന്ന് സ്പർശിക്കാൻ കഴിയട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്നയാളിന് മനസ്സിലാകാതെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നിന്ന് ഒരു ശക്തിയെ പ്രാപിപ്പാൻ കഴിയുന്നെങ്കിൽ, ആമേൻ, ഒരുമിച്ച് ആരാധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ തന്നെ അവനോടൊന്ന് അടുത്ത് നടക്കാൻ കഴിയുന്നെങ്കിൽ, ഈ പകൽ ഒരു സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ഒരു സാന്നിധ്യം ഈ കോമ്പൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഉൾമനസ്സുകളെ ഉണർത്തുന്നുണ്ട്. കർത്താവേ, എന്നെ ശരിയെന്നൊന്ന് നയിക്കാൻ. തെറ്റ് 100 കണക്കിനുണ്ടെപ്പോഴും സാരമില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു നാഗൻ ഇന്നും പകൽ അവനോടൊപ്പം നടക്കണമെന്നുള്ള ആശ എൻ്റെ അകത്ത് തിരിയുന്നു എന്നുള്ള വാക്കിനാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യനകത്തേക്ക് ദൈവസാന്നിധ്യം ഒന്നുകൂടെ കയറ്റിവിട്ട്, ആന്തരിക മനുഷ്യനകത്തേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടെ കയറ്റിവിട്ട്, ആന്തരിക മനുഷ്യനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഒന്നുകൂടെ കയറിയിറക്കി ഒരു വിശ്വാസത്താൽ അവനോട് ഒട്ടിച്ചേരുന്ന ഒരു പുതിയ അനുഭവത്തിലേക്ക് കടക്കാൻ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം നിന്റെ കുഞ്ഞുങ്ങളെ തൊടണമേ. ഈ ഉപവാസത്തിൽ നന്നായി ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ, നന്നായി അങ്ങയെ ഒന്ന് അനുഭവിപ്പാൻ അവിടുന്ന് കരുണ ചെയ്യും. യേശുവിൻ നാമത്തിൽ. ദിവ്യജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാല ദൈവസല്ലായിരിക്കാൻ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് തൻ്റെ ദാസനെ നമ്മുടെ മധ്യ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ അടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി എന്ന് വചനത്തിൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏദൻ പൂങ്കാവനത്തിന് പുറത്ത് ഒരു മനുഷ്യന് ദൈവത്തോടുകൂടെ നടക്കാമെന്ന്, ദൈവിക സഹിതം അനുഭവിക്കാമെന്ന്, ദൈവിക സാന്നിധ്യം അനുഭവിക്കാമെന്ന്, ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് ഹാനോക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചല്ലോ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം ആയിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണോ? നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരാണോ? ഹല്ലേലൂയ, വിശ്വാസത്തിൽ അവനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന അരുമനാഥൻ്റെ സ്നേഹം എത്ര വലുതെന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഇന്നലകളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമായി കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത അരുമനാഥൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് ചേർന്ന് നിൽപ്പാൻ, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നുള്ള ആ വലിയൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക്, ആ പിതൃപുത്ര ബന്ധത്തിലേക്ക് നമ്മെ വിളിക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന ആ വലിയ ദൈവ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ലോകത്തിലുള്ളതിനെയല്ല, ലോകത്തിലുള്ള ഒന്നിനെയുമല്ല, കർത്താവിനെ തന്നെ പിൻപറ്റുവാൻ, ഹല്ലേലൂയ, കർത്താവിനെ തന്നെ സ്നേഹിപ്പാൻ, കർത്താവ് തരുന്നതിനെ അല്ല, കർത്താവിനെ തന്നെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. കർത്തൃകാഹളം ധ്വനിക്കുമ്പോ അവനോടുകൂടെ എടുക്കപ്പെടേണ്ടതിന് ആത്മാവിൽ ഒരുക്കമുള്ളവരായി നിൽപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം സംസാരിപ്പാൻ കർത്തൃത്വത്തിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴവേറിയ ഒരു ക്രൈസ്തവ ബന്ധം, ഒരു ക്രിസ്തീയ ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ഹല്ലേലൂയ, അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സന്ദേശം ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ, ഹല്ലേലൂയ, പാപത്തെ സ്നേഹിക്കാതെ, ഹല്ലേലൂയ, അതിന്റെ പിന്നാലെ പോകാതെ ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന കർത്താവിനെ സ്നേഹിച്ച് അവന് ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, അവന്റെ മാറ്റ് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഒരുക്കമുള്ളവരായി നിൽപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്തൃദാസനെ കർത്താവ് ബലപ്പെടുത്തും. ഇന്ന് രാത്രി കാലോ കരങ്ങൾ എടുക്കേണ്ടതിന്, വചനത്തിന്റെ വാതിലെ കർത്താവ് തുറക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ശശി അവർ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഈ പകൽക്കാലത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനും വാക്കുമാറാദ്യമേ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 10ാമത്തെ പകൽക്കാലത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. നിന്റെ ശ്രേഷ്ഠന്മാരിൽ കൂടി കേൾപ്പിച്ച വിലപ്പെട്ട എല്ലാ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം നിന്റെ ദാസങ്ങൾ കൂടി കേൾപ്പിച്ച ആലോചനയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അവൻ എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ജീവിതത്തിൽ കർത്താവെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാൻ, ദൈവത്തിൽ അനുസരണമുള്ളവരായി തീരുവാൻ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവം ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്ന ദൈവത്തിൻ്റെ വചനമാണ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്ര. കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ, കുറവുകളെ, ബലഹീനതയിൽ ഓർക്കാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം തന്റെ ജീവിതത്തിൽ മേൽ പകരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപസിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ഹല്ലേലൂയ സ്തോത്ര ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ. സഭാ ശുശ്രൂഷനെയും കുടുംബത്തോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടെ ഹല്ലേലൂയ ഉപസിക്കുന്ന നിന്റെ ദാസന്മാരെ എല്ലാ ദൈവകരിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആത്മീയമായി അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ. അവരുടെ എല്ലാ ആവശ്യത്തിനുമേ ദൈവം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം കർത്താവ് ഒരു വിശുദ്ധ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ആത്മീയ ജീവിത അനുഭവത്തിൽ കർത്താവിന്റെ ഹല്ലേലൂയ വരവ് ആസന്നമായിരിക്കുമ്പോൾ അതിൽ ഞങ്ങൾ നിത്യത പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വീണ്ടും ശക്തീകരിക്കുമാറാകണമേ കർത്താവെ. പുത്തൻ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. 1-ാം നൂറ്റാണ്ട് പകർന്ന ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവിന്റെ ഹല്ലേലൂയ നിയോഗത്തിൽ നടക്കുവാൻ വിശ്വാസ നായകനായ ഹല്ലേലൂയ പൂർത്തീകരിച്ച യേശുവിന്റെ മുഖത്തേക്ക് ഹല്ലേലൂയ നോക്കി ഹല്ലേലൂയ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നല്ല ശുശ്രൂഷകരുമായി, നല്ല സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി എല്ലാ മക്കളെയും ദൈവം അതിനായി ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കാല ശുശ്രൂഷിതദാസനായി പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ശക്തിയോടെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അനുഗ്രഹം നിറച്ചാട്ട് മഹത്വം തിരുമേനിയെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവനെ ശ്രദ്ധിച്ചാട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ് കൃത്യം 7 മണിയാകുമ്പോൾ